അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുനനുൽ വുളൂ, വുളൂഇൻ്റെ സുന്നത്തുകൾ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഈ വിഷയമാണ്. ലിൽ വുളൂഇ മഅ സുനനിഹി ഫവായിദു ജലിയ. സുന്നത്തുകൾ പാലിച്ചുകൊണ്ടുള്ള വുളൂഇന് ഒരുപാട് ഫലങ്ങളുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തവല്ലഅ ഫഅഹ്സനൽ വുളൂഅ ഖറജത് ഖതായാഹു മിൻ ജസദിഹി. ഒരാൾ വുളൂ എടുത്തു, ആ വുളൂ ഏറ്റവും നല്ല രൂപത്തിൽ വുളൂ ചെയ്തു എന്ന് പറഞ്ഞാൽ സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് വുളൂ എടുത്തു എങ്കിൽ ഖറജത്ത് ഖതായാഹു മിൻ ജസദിഹി, അവൻ്റെ ശരീരത്തിൽ നിന്നും പാപങ്ങൾ പുറപ്പെടും. അത്താ തഹുറുജ മിൻ തഹത്തി അൽഫാരിഹി, നഖത്തിൻ്റെ ഉള്ളിലൂടെ അവൻ്റെ പാപങ്ങൾ പുറപ്പെടും. ഹദീസിൽ പറഞ്ഞത്, ഒരാൾ നല്ല രൂപത്തിൽ വുളൂ എടുത്തു, സുന്നത്തായ കാര്യങ്ങളൊക്കെ പാലിച്ചു. മനുഷ്യൻ ശരീരം കൊണ്ട് പാപങ്ങൾ ചെയ്യുമ്പോൾ പാപത്തിൻ്റെ കറകളുണ്ടാവും. ഈ പാപത്തിൻ്റെ കറകൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടാവും. വുളൂ എടുക്കുന്നതോടുകൂടി ആ പാപങ്ങളൊക്കെ നഖത്തിൻ്റെ ഉള്ളിലൂടെ പുറത്തോട്ടങ്ങ് പോകും. അപ്പോൾ ഒരാൾ വുളൂ എടുത്താൽ ബാഹ്യമായ ശുദ്ധി ലഭിക്കുന്നതോടൊപ്പം ആന്തരികമായ ശുദ്ധി കൂടി ആ വുളൂ എടുക്കുമ്പോൾ അയാൾക്ക് ലഭിക്കുന്നതാണ്. വ സുനനുഹു കസീറത്തുൻ, ഒരുപാട് സുന്നത്തുകൾ വുളൂഇനുണ്ട്. ഔസലഹ ബാലുഹും ഇലാ സബഈന, 70 സുന്നത്തുകൾ വരെ ചില ആളുകൾ എണ്ണി വെച്ചിട്ടുണ്ട്. വഹാക ജുംലത്തം മിൻഹ, ഏതാനും സുന്നത്തുകൾ നമുക്കിവിടെ വിവരിക്കാം. ഈ വിവരണം കൊണ്ട് എല്ലാ സുന്നത്തുകളും ഇതിൽ പെട്ടു എന്ന് ധരിക്കേണ്ടതില്ല. ഏറെക്കുറെ സുന്നത്തുകളൊക്കെ പറയാം. അത് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ നാം പുലർത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. വിവിധ ഘട്ടങ്ങളായി സുന്നത്തുകളെ നമുക്ക് വിവരിക്കാം. ഒന്ന്, മാ യുത്തലബു കബല ഗസ്ലിൽ വജ്ഹി, മുഖം കഴുകുന്നതിൻ്റെ മുമ്പുള്ള, അഥവാ നിർബന്ധ കഴുകലാണല്ലോ മുഖം, ആ നിർബന്ധത്തിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് കുറേ സുന്നത്തുകളുണ്ട്. അത് ഒന്ന്, അൻ യംവിയ ബി ഖൽബിഹി, ഹൃദയം കൊണ്ട് കരുതണം. വയഖൂല ബി ലിസാനിഹി, നാവ് കൊണ്ട് പറയുകയും വേണം. നവൈത്തു സുനനൽ വുളൂഇ, വുളൂഇൻ്റെ സുന്നത്തുകളെ ഞാൻ കരുതി. പലർക്കും വിട്ടുപോകുന്ന ഒരു കാര്യമാണിത്. വുളൂഇൻ്റെ ഏറ്റവും ആദ്യത്തെ സുന്നത്ത് എന്താണ്? കിബിലയിലേക്ക് മുന്നിടുക, അല്ലെങ്കിൽ ഒരുപാട് സുന്നത്തുകൾ അങ്ങനെ പറയാനുണ്ടാവും. അതിൻ്റെ എല്ലാം മുന്നെയായി ഏറ്റവും ആദ്യത്തത് നവൈത്തു സുനനൽ വുളൂഇ, വുളൂഇൻ്റെ സുന്നത്തുകളൊക്കെ ഞാൻ കരുതി, വുളൂഇൻ്റെ സുന്നത്തുകൾ നിർവഹിക്കാൻ വേണ്ടി ഞാൻ കരുതി എന്ന് മനസ്സിൽ കരുതുകയും അത് നാവ് കൊണ്ട് പറയുകയും ചെയ്യുക. രണ്ടാമത്തത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുക. വത്തസ്മിയത്തു, ബിസ്മിയും ചെല്ലുക. എന്നിട്ട് വശഹാദത്താനി ബാദഹ, ഔദും ബിസ്മിയും ശേഷം ഷഹാദത്തും ചെല്ലുക. അതോടൊപ്പം വാസുലുൽ കഫൈനി മാൻ, 2 കൈകൾ ഒന്നിച്ച് കഴുകുക. അപ്പം ഫയക്കു, അതിൻ്റെ രൂപം പറയാം, ഒന്ന് വിശദീകരിച്ച് പറയാം. ഫയക്കൂലു നാവിയം ബി ഖൽബിഹി, ഹൃദയം കൊണ്ട് കരുതി, ആ കരുതിക്കൊണ്ട് അവൻ പറയണം. എന്താണ് പറയേണ്ടത്? സുനനൽ വുളൂഇ വഗാസിലൻ കഫൈഹി, വുളൂഇൻ്റെ സുന്നത്തുകൾ ഞാൻ നിർവഹിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് കരുതുകയും അതോടൊപ്പം തന്നെ വഗാസിലൻ കഫൈഹി, 2 കൈകൾ കഴുകുകയും ചെയ്തുകൊണ്ട് പറയണം. എന്താണ് പറയേണ്ടത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, അൽഹംദുലില്ലാഹി അലൽ ഇസ്ലാമി വനിഅമതിഹി, അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ എന്ന് പറയണം. ഇത് സുന്നത്തായ ഒരു രൂപമാണ്. അപ്പം വുളൂഇൻ്റെ സുന്നത്തുകളെ ഞാൻ കരുതി എന്ന് മനസ്സിൽ കരുതുക. അപ്പോൾ തന്നെ കൈ കഴുകാൻ തുടങ്ങുക. കൈ കഴുകുന്നതോടൊപ്പം അപ്പോൾ തന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ്
ഇത്രയും ചൊല്ലിയ ഈ ഭാഗങ്ങൾ കൂടി ചെല്ലുക. ഗസാലി ഇമാം പറഞ്ഞു, റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീനി വ അഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ എന്ന് ചെല്ലൽ നല്ലതാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പൊതുവെ ചില ആളുകൾക്ക് വസ്വാസിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്. നിസ്കാരത്തിലും ശുദ്ധീകരണത്തിലുമൊക്കെയാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. ആ വസ്വാസിൻ്റെ ശല്യം ഇല്ലാതെയാക്കാൻ പറ്റിയ വളരെ നല്ല ഒരു ദിക്റാണ് ഈ ദിക്ർ. ഈ ദിക്ർ കൂടി വുളൂവിൻ്റെ ആരംഭത്തിൽ കൊണ്ടുവരൽ നല്ലതാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. വ തുസന്നു തസ്മിയത്തു ലികുല്ലി അംബിൻ ദീ ബാലിൻ, എല്ലാ ഓരോ കാര്യത്തിനും ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. ഏതൊരു കാര്യവും തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് തുടങ്ങുക എന്നത് അതൊരു പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ്. ഇബാദത്തൻ ഔ ഗൈറഹ, ഇബാദത്തായ കാര്യമാകട്ടെ ഇബാദത്തല്ലാത്ത ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളാകട്ടെ, ഇതിലൊക്കെ ബിസ്മി ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. കൗസ്ലിൻ കുളിക്കുമ്പോൾ ബിസ്മി ചൊല്ലി കുളിക്കുക, വ തയമ്മുമിൻ തയമ്മും ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ലുക, വ തിലാവത്തിൻ ഖുർആൻ ഓതുമ്പോൾ ബിസ്മി ചൊല്ലുക, വലൗമിൻ അസ്നായി സൂറത്തിൻ ഗൈരിൽ ബറാഅ, ബറാത്ത് സൂറത്തല്ലാത്ത സൂറത്തുകളുടെ ഇടക്ക് ഓതുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ആയത്തെടുത്ത് ഓതുകയാണ്, ബറാത്ത് സൂറത്തിൻ്റെ ആയത്തുകൾ എടുത്ത് ഓതുമ്പോൾ അവിടെ ബിസ്മി സുന്നത്തില്ല. അല്ലാത്ത ഏതെങ്കിലും ഒരു സൂറത്തിൻ്റെ ഒരായത്തെടുത്ത് ഓതുമ്പോൾ അവിടുന്ന് ആ ഓതുന്നതിൻ്റെ മുമ്പ് ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. എവിടെയെങ്കിലും നമ്മൾ ഓതി തുടങ്ങാൻ അതൊരു സൂറത്തിൻ്റെ ആരംഭത്തിലല്ല എങ്കിൽ പോലും ബിസ്മി ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. വജിമായിൻ, ലൈംഗികമായ ബന്ധത്തിലേർപ്പെടുമ്പോൾ അതിൻ്റെ മുമ്പ് ബിസ്മി ചൊല്ലുക. വദബിഹിൻ, അറവ് നടത്തുമ്പോൾ ബിസ്മി ചൊല്ലുക. വ ഹുറൂജിൻ മിൻ മൻസിലിൻ, വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ ബിസ്മി ചൊല്ലുക. നമ്മളിപ്പോൾ കോളേജിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് പോവുകയാണ്, ഏത് സമയത്തും ബിസ്മി ചൊല്ലുക. അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് ബർക്കത്തെടുത്ത് ഞാൻ തുടങ്ങുന്നു, അള്ളാഹുവിൻ്റെ ഒരു കാവലതിലുണ്ടാവും. പഠനം തുടങ്ങാൻ പുസ്തകം മറിക്കുന്നതിൻ്റെ മുമ്പ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഈ പഠനത്തിൽ അള്ളാഹുവിൻ്റെ ഒരു ബർക്കത്ത് നമുക്ക് നൽകുകയും അവൻ്റെ പ്രത്യേക സഹായം കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ മേഖലകളിലും ബിസ്മിൻ്റെ സാന്നിധ്യം ഉണ്ടാവുക. ലാലി സ്വലാത്തി, നിസ്കാരത്തിന് വേണ്ടി ഒരു പ്രത്യേക ബിസ്മി എവിടെയും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ആ ബിസ്മി വേണ്ട. വല്ലതുക്കാരി ദിക്ർ ചെല്ലാൻ വേണ്ടി നിസ്കാരത്തിന് സുബ്ഹാന 33 ചെല്ലണം, അപ്പോൾ സുബ്ഹാന ഞാൻ തുടങ്ങാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അങ്ങനെ വേണ്ട. വ തുക്റഹു ലി മക്റൂഹിൻ ലിദാത്തിഹി, മക്റൂഹായ കറാഹത്തായ കാര്യം സ്വന്തം തന്നെ തനിയെ നോക്കുമ്പോൾ അത് കറാഹത്താണ്, അത്തരം കാര്യങ്ങൾക്ക് ബിസ്മി ചൊല്ലൽ കറാഹത്താണ്. വ തഹറുമു ലി മുഹറമിൻ ലിദാത്തിഹി, സ്വന്തമായി നോക്കുമ്പോൾ ഹറാമായ ചില കാര്യങ്ങളുണ്ട്, അത്തരം കാര്യങ്ങൾ തുടങ്ങാൻ വേണ്ടി ബിസ്മി ചൊല്ലൽ അത് ഹറാമുമാണ്. കറാഹത്ത ആയ കാര്യങ്ങൾ തുടങ്ങാൻ വേണ്ടി ബിസ്മി ചൊല്ലൽ കറാഹത്താണ്. ഹറാമായ കാര്യങ്ങൾ തുടങ്ങാൻ വേണ്ടി ബിസ്മി ചൊല്ലൽ ഹറാമുമാണ്. അതേസമയത്ത് അമ്മൽ മക്റൂഹു വൽ ഹറാമു ലിൽ ആരിദി, സ്വന്തമായി നോക്കുമ്പോൾ കറാഹത്തല്ല, ഹറാമുമല്ല, മറ്റ് ചില കാരണങ്ങളാൽ ഇത് കറാഹത്തായതാണ് അല്ലെങ്കിൽ ഇത് ഹറാമായതാണ്, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇതുപോലെ കദുഹുൽ മസ്ജിദി, പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത് പോലെ, ലിമൻ അക്കലൽ ബസല, ഉള്ളി തിന്ന ആൾക്ക് വായനാറ്റുണ്ടാവും, അതിൻ്റേതായ നാറ്റുണ്ടാവും. ആ നാറ്റം ഉണ്ടാകുന്ന സമയത്ത് പള്ളിയിലേക്ക് പോകുക എന്നുള്ളത് കറാഹത്താണ്. അത് പള്ളിയിലേക്ക് പോകൽ കറാഹത്തല്ല, മറിച്ച് ഉള്ളി തിന്നു എന്ന കാരണത്താൽ വന്നൊരു കറാഹത്താണ്. അപ്പം പള്ളിയിലേക്ക് പോകുമ്പോൾ അയാൾ ബിസ്മി ചൊല്ലൽ കറാഹത്തില്ല, ബിസ്മി ചൊല്ലൽ സുന്നത്തന്നാണ്. വക്കൽ വുളൂഇ ബിമാഇൻ മഗ്സൂബിൻ, മറ്റൊരുത്തൻ്റെ വെള്ളം അതിക്രമിച്ച് എടുത്ത് ആ വെള്ളം കൊണ്ട് വുളു എടുക്കുക. ഒരാളൊരു കുപ്പിയിൽ വെള്ളം കുറച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്, അത് അവൻ്റേതാണ്, ആ വെള്ളം നമ്മൾ എടുക്കൽ ഹറാമാണ്. ആ വെള്ളം എടുക്കലും ഹറാമാണ്, ആ വെള്ളം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അത് മുഴുവനും ഹറാമാണ്, വുളു എടുക്കൽ ഹറാമാണ്. അപ്പോൾ ഈ വെള്ളം കൊണ്ട് വുളു എടുക്കുക എന്നുള്ളത് വുളു ഹറാമായതല്ല, മറിച്ച് ഈ വെള്ളം അത് മഹ്സൂബായതുകൊണ്ട്, അതിക്രമിച്ച് എടുത്തതായതുകൊണ്ടാണ് ഹറാമിൻ്റെ വിധി ഈ വെള്ളത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഈ വെള്ളം കൊണ്ട് വുളു എടുക്കൽ ഹറാമാണ്. അപ്പോൾ അവിടെ ബിസ്മി ചൊല്ലൽ ഹറാമില്ല, ബിസ്മി ചൊല്ലൽ സുന്നത്താണ്.
അപ്പോൾ അവിടെയൊക്കെ ഫതുന്തബു സുന്നത്താണ്. ഫൈൻ തറക്ക തസ്മിയത്ത് അംദൻ, മനഃപൂർവ്വം ഒരാൾ ബിസ്മി ഒഴിവാക്കി, ഔ സഹവൻ അല്ലെ മറന്നിട്ട് ഒഴിവാക്കി. തുടക്കത്തിൽ ഒരാൾ ബിസ്മി ചൊല്ലില്ല, ഒഴിവാക്കിയത് ചിലപ്പം ബിസ്മി വേണ്ടാന്ന് കരുതിയിട്ടായിരിക്കും, അല്ലെങ്കിൽ മറന്നു പോയിട്ടായിരിക്കും. അവലൽ വുളൂവിൻ്റെ തുടക്കത്തിൽ ഒഴിവാക്കി. ഔ അവല അംരി മിമ്മാ ദുഃഖിറ, മേൽ പറയപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലിയില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ തുടക്കത്തിൽ ബിസ്മി ചൊല്ലിയില്ല, പിന്നെയാണ് ഓർമ്മ വന്നത്. അതാബിഹ അസ്ന അഹു, എന്നാൽ അതിൻ്റെ നടുവിൽ ബിസ്മി ചൊല്ലൽ. എവിടെയാണ് ഓർമ്മ വന്നത് അവിടെ ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. കാലൻ പറയണം ബിസ്മില്ലാഹി അവലഹു വ ആഖിറഹു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരാൾ ചായ കുടിക്കാൻ തുടങ്ങി. ചായ കുടിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയിട്ടില്ല. അപ്പോൾ മറ്റൊരാൾ ചായ കുടിക്കുന്നുണ്ട്, അയാൾ ബിസ്മി ചൊല്ലിയപ്പോൾ ഞാൻ ബിസ്മി ചൊല്ലിയില്ല എന്ന് ഓർമ്മയായി. അപ്പോൾ നമ്മൾ ചായ കുടിക്കുന്നതിനിടയിൽ ബിസ്മില്ലാഹി അവലഹു വ ആഖിറഹു എന്ന് ചൊല്ലുക. അതുപോലെ എല്ലാ കാര്യവും അങ്ങനെ തന്നെ. ഇല്ലാ ഫീ നഅവിൽ ജിമായി, ഇടയ്ക്ക് ബിസ്മി ചെല്ലാൻ പറ്റാത്ത ചില മേഖലകളുണ്ട്. ഉദാഹരണം പറയുമ്പോൾ ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷമാണ് ബിസ്മി ചൊല്ലിയിട്ടില്ല എന്ന് ഓർമ്മ വന്നത് എങ്കിൽ പിന്നെ ബന്ധത്തിനിടയിൽ ബിസ്മി ചൊല്ലാൻ പാടില്ല. മിമ്മാ യുക്റഹു ഫീൽ കലാമു, സംസാരം പാടില്ലാത്ത വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അവയ്ക്കൊന്നും ഇടയിൽ പറ്റില്ല. ലാ ബഅദ ഫറാഇഹി, എല്ലാം കഴിഞ്ഞതിന് ശേഷം ഓർമ്മ വന്നാൽ പിന്നെ ബിസ്മി ചൊല്ലേണ്ട ആവശ്യമില്ല. തുടക്കത്തിലാണ് ബിസ്മി വേണ്ടത്, മറന്നുപോയാൽ നടുവിൽ, മറന്നുപോയാൽ അവസാനം ബിസ്മി ചൊല്ലേണ്ട ആവശ്യമില്ല. പിന്നെ മുഖം കഴുകുന്നതിൻ്റെ മുമ്പുള്ള സുന്നത്തുകളാണല്ലോ പറഞ്ഞു വരുന്നത്. മൂന്നാമത്തെ സുന്നത്ത് അസ്സിവാക്കു, പല്ല് തേക്കുക എന്നതാണ്. ഹുവ മുസ്തഹബും ഫി ജമീഇൽ ഔഖാത്ത്, എല്ലാ സമയത്തും മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. ഇസ്ലാം വളരെ സുന്നത്താക്കിയ ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പല്ല് തേക്കുക എന്നത് അള്ളാഹുവിൻ്റെ പ്രീതി കിട്ടാൻ പ്രത്യേകം കാരണമാണ് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇല്ലാലി സ്വായിമി, നോമ്പുകാരന് എല്ലാ സമയത്തും സുന്നത്തില്ല. ബഅദ സവാലി, ഉച്ചയ്ക്ക് ശേഷം അവന് സുന്നത്തില്ല. ഫയുക്റഹു, നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ഉച്ചയ്ക്ക് ശേഷം പല്ല് തേക്കൽ കറാത്താണ്. ഇല്ലാ ബി സിവാക്ക് കൈരി, മറ്റൊരാളുടെ മിസ്വാക്ക് എടുത്തിട്ട് പല്ല് തേക്കുക എന്നത് അതും സുന്നത്തില്ല. മറ്റൊരാളുടെ മിസ്വാക്ക് എടുത്തിട്ട് പല്ല് തേക്കുക. ഫയഹറുമു, മറ്റൊരാളുടെ മിസ്വാക്ക് എടുത്ത് പല്ല് തേക്കുക എന്നുള്ളത് ഹറാമാണ്. ഇല്ലം യാലം ബിലാവു, അയാൾക്ക് തൃപ്തിയുണ്ട് എന്ന് നമ്മൾ അറിയുന്നില്ലെങ്കിൽ. പൊതുവേ തൃപ്തിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാൾ പല്ല് തേക്കുന്ന മിസ്വാക്ക് എടുത്തിട്ട് മറ്റൊരാൾ പല്ല് തേക്കൂല. ഇനി അയാളുടെ മിസ്വാക്ക് ഞാനെടുത്ത് തേച്ചാൽ അയാൾക്ക് ഇഷ്ടമുണ്ട് എന്ന് അറിയുകയാണെങ്കിൽ ഹറാമില്ല. ഫൈൻ അലിമ, അങ്ങനെ അറിഞ്ഞ് അയാളെ മിസ്വാക്ക് ഞാൻ എടുക്കുന്നതിൽ അയാൾക്ക് ഇഷ്ടമുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞാൽ എന്നാൽ പോലും ഫഖിലാഫുല്ലൗല, നല്ലതല്ല എന്നാണ്. വൈല്ല ഇതാക്കാന ഫീഹി നജസുൻ, അവൻ്റെ വായിൽ നജസുണ്ടെങ്കിലും ഒഴികെ. ഔ റീഹുൻ കരീഹുൻ മുഅ്ദിൻ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ദുർഗന്ധം, വമിക്കുന്ന ഒരവസ്ഥയാണ് അവൻ്റെ വായക്കുള്ളത്. ആ അത്തരം ഘട്ടത്തിൽ സുന്നത്തല്ല. പിന്നെയോ ഫയജിബു, അപ്പോൾ നിർബന്ധമാണ് പല്ല് തേക്കൽ. ഐസു തവഖഫ അലൈഹി ഇസാലത്തു, പല്ല് തേച്ചെങ്കിലേ ഈ ദുർഗന്ധം പോകൂ, പല്ല് തേച്ചെങ്കിലേ ഈ നജസ് ഒഴിവാകൂ എന്നുണ്ടെങ്കിൽ പല്ല് തേക്കൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ പല്ല് തേക്കൽ സുന്നത്താണ്. ശുദ്ധീകരണത്തിന് ഇസ്ലാം വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്. മറ്റൊരാൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ജീവിക്കരുത് എന്നാണ് ഇസ്ലാം പറയുന്നത്. അതുകൊണ്ടാണ് ഈ പല്ല് തേക്കുന്ന വിഷയത്തിനൊക്കെ ഇത്ര പ്രാധാന്യം നൽകുന്നത്. വയഹ്സുലു ബികുല്ലി ഹസിനിൻ ഗൈരി ഇസ്ബഇഹി, വിരലല്ലാത്ത ഉരമുള്ള ഏതൊരു സാധനം കൊണ്ടും പല്ല് തേച്ചാൽ അതിൻ്റെ സുന്നത്ത് കിട്ടും. വിരലിന് ഉരല്ല, അതേ സമയത്ത് ചില വിരലുകളൊക്കെ ഇങ്ങനെ മിനുസമുള്ള അവസ്ഥയിലാകണം എന്നില്ല. അങ്ങനെയാണെങ്കിൽ പോലും വിരൽ കൊണ്ട് പല്ല് തേച്ചാൽ ആ സുന്നത്ത് കിട്ടൂല. കൈവിരൽ കൊണ്ട് സ്വന്തം പല്ല് തേക്കരുത് എന്നാണ്. വൽ ഊദു അഫ്ളലു മിൻ ഗൈരി, ഊത് അല്ലാത്തതിനേക്കാൾ ഏറ്റവും നല്ലത്.
ഔലാഹു ഊതിൽ വെച്ച് തന്നെ ദുരീഹി ത്വയ്യിബി നല്ല സുഗന്ധമുള്ള നല്ല മണമുള്ള ഊത്. അഫ്ദലുഹുൽ അറാഖു അതിൽ ശ്രേഷ്ഠമായത് അറാഖാണ്. അപ്പോൾ ഈ മരക്കമ്പ് അറാഖ് എന്ന് പറയുന്ന ആ കമ്പ് അത് തന്നെ സുഗന്ധമുള്ള അറാഖ് അതാണ് ഏറ്റവും അഫ്ദലായത്. പിന്നെ എല്ലാ വസ്തുക്കളെ കൊണ്ടും പല്ല് തേക്കാം. അങ്ങനെ പല്ല് തേക്കാം, അത് വളരെ സുന്നത്താണ്. വസ്സുന്നത്തു യസ്താക അർളൻ വീതിയിൽ പല്ല് തേക്കലാണ് ഏറ്റവും നല്ലത് സുന്നത്ത്. ഫിൽ അസ്നാനി പല്ലിൽ വീതി എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, ഇങ്ങനെ പല്ല് തേക്കുക. അങ്ങനെ പല്ല് തേക്കുന്ന സമയത്ത് തന്നെ ഡോക്ടർമാരൊക്കെ പ്രത്യേകിച്ച് പറയാറുണ്ട്, ഇവിടെ ഊനിൻ്റെ മേൽഭാഗത്ത് മിസ്വാക്ക് താഴോട്ട് ഇങ്ങനെ ആക്കുമ്പോൾ പല്ലുകൾക്കിടയിലുള്ള അവശിഷ്ടങ്ങളൊക്കെ പുറത്തു പോയി ആ പല്ല് ശുദ്ധിയാകാൻ സാധ്യത വരും. തൂലൻ ഫില്ലിസ നാവിലാകുമ്പോൾ നീളത്തിൽ മിസ്വാക്ക് ഇങ്ങനെ നാവും പല്ലും അതിൻ്റെ എല്ലാ ഭാഗങ്ങളും വൃത്തിയാക്കി ശുദ്ധിയാക്കണം. വയതഅക്കദു സിവാക്കു പല്ല് തേക്കൽ വളരെ ശക്തമായ സുന്നത്താണ്. വലൗ ലിമൻ ലാ അസ്നാന ലഹു പല്ലില്ലാത്തവന് പോലും മിസ്വാക്ക് സുന്നത്താണ്. മിസ്വാക്ക് എന്ന് പറയുമ്പോൾ പിന്നെ ബ്രഷ് വായിലൂടെ ചലിപ്പിക്കുക എന്നർത്ഥം പറയേണ്ടി വരും. പല്ലില്ലാത്തവനും മിസ്വാക്ക് സുന്നത്താണ്. ലിക്കുല്ലി വുളുവിന് എല്ലാ ഓരോ വുളുവിലും ഒരു വുളു എടുക്കുന്ന സമയത്ത് തന്നെ മിസ്വാക്ക്. വലിക്കുല്ലി സലാത്തിന് ഓരോ നിസ്കാരത്തിനും ഐസുലം യഖ്ഷൻ തനജുസ ഫമിഹി വായ നജസാകുമെന്ന് ഭയപ്പെടാതിരിക്കുമ്പോൾ ഇപ്പം മിസ്വാക്ക് ചെയ്താൽ രക്തം പൊട്ടും, അങ്ങനെ രക്തം കൊണ്ട് വായ നജസാവും, അപ്പോൾ നിസ്കാരത്തിന് പ്രയാസം. ഇത്തരം ഒരു ഘട്ടം ഭയപ്പെടുന്നില്ലെങ്കിൽ നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ തന്നെ മിസ്വാക്ക് ചെയ്യൽ പ്രത്യേക സുന്നത്താണ്. മിസ്വാക്ക് എന്ന് കേൾക്കുമ്പോൾ പേസ്റ്റ് എടുത്ത് പ്രസ്സിൽ പുരട്ടി കുറേ നേരം ഇങ്ങനെ ഉരച്ച് കഴുകാമെന്നും നമ്മൾ മനസ്സിലാക്കേണ്ട. എപ്പോഴും മിസ്വാക്ക് കയ്യിലുണ്ടാകുമ്പം വായിലൊന്നും ഉരച്ച് കീശയിൽ വെക്കുന്നത് കൊണ്ട് വൃത്തികേടോ വിഷമോ ഉണ്ടാവില്ല, എപ്പോഴും ഉപയോഗിക്കുന്നതാണല്ലോ. ഇത് രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ മാത്രം പല്ല് തേക്കുമ്പോൾ ആ സമയത്ത് വായിൽ ദുർഗന്ധം ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും. ആ ഘട്ടത്തിലെ മിസ്വാക്കിനെ മാത്രം ഓർമ്മിക്കേണ്ട. വയത്താക്കതു സിവാക്കു ഐലൻ വീണ്ടും മിസ്വാക്ക് ശക്തമായ സുന്നത്താണ്. ലിത്തിലാവത്തി ഖുർആൻ ഓതാൻ ഒരാൾ ഖുർആൻ ഓതാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ മിസ്വാക്ക് ചെയ്യുക. ഔ ഹദീസിന് അല്ലെങ്കിൽ ഹദീസ് ഓതാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഖുർആൻ ഓതുക. ഔ ഇൽമിൻ ശറഈൻ അല്ലെങ്കിൽ നമ്മുടെ ഈ കിതാബ് പഠിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്തുകൊണ്ട് പഠിക്കാൻ വേണ്ടി ഇരിക്കുക. ഇതിനൊക്കെ സുന്നത്ത് കിട്ടും. അതുപോലെ വലുദുഹൂലി മസ്ജിദിൻ പള്ളിയിലെ പ്രവേശിക്കാൻ വേണ്ടി മൻസിലിൻ വീട്ടിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ വേണ്ടി വലി നൗമിന് ഉറങ്ങാനും കിടക്കുമ്പോൾ വസ്തികാലിമിന് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ വാക്കിലും ഭക്ഷണം കഴിക്കാനൊരുങ്ങുമ്പോൾ തവാഫ് ചെയ്യാനൊരുങ്ങുമ്പോൾ തഗയ്യുറു ഫമിൻ വായ വ്യത്യാസപ്പെടുന്ന സമയത്ത് എന്തോ ഭക്ഷണം കഴിച്ചിട്ടോ മറ്റോ അല്ലെ ഉറങ്ങിയിട്ടോ മറ്റോ വായ അങ്ങോട്ട് നാശമായി, ആ സമയത്ത് മിസ്വാക്ക് സുന്നത്താണ്. സിന്നല്ല പല്ലിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമ്പോൾ സുന്നത്താണ്. അഫിസ് സഹരി അത്തായ സമയത്ത് എഴുന്നേറ്റ് പല്ല് തേക്കുന്നതിന് വളരെ പുണ്യമുണ്ട്. വൈന്ദൽ ഇഹ്തിലാർ മരണമാസന്നമാകുന്ന സമയം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിൻ്റെ തൊട്ട് മുമ്പ് ആയിഷ ബീവി പറയുന്നു, എൻ്റെ ആങ്ങള റൂമിലേക്ക് വന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആങ്ങളുടെ കീശയിലേക്ക് നോക്കിയപ്പോൾ അറാക്ക് കണ്ടു. ഞാൻ അറാക്ക് എടുത്ത് പല്ലുകൊണ്ട് ശരിപ്പെടുത്തി പല്ല് തേച്ച് കൊടുത്തു എന്ന് കാണാം. അതുപോലെ വയുന്തബു തഖ്ലീലു ഖബല സിവാക്കി പല്ല് തേക്കുന്നതിന് മുമ്പ് പല്ലുകൾക്കിടയിലുള്ള ഭക്ഷണത്തിൻ്റെ ആ അവശിഷ്ടങ്ങൾ ഇങ്ങനെ പല്ലിൽ കുത്തി നീക്കൽ അത് സുന്നത്താണ്. വബാദു മിസ്വാക്ക് ചെയ്തതിൻ്റെ ശേഷവും ഒമിൻ അസരി ത്വാമി ഭക്ഷണം കഴിച്ചാൽ ഉണ്ടാകുന്ന അസറുകൾ ഉച്ഛിഷ്ടങ്ങൾ ഉണ്ടാവും, അത് നീക്കുക. അതൊക്കെ അതിൻ്റേതായ സാധനങ്ങൾ ഉപകരണങ്ങൾ എടുത്ത് മെല്ലെ മെല്ലെ പല്ല് കുത്തി അതൊക്കെ വൃത്തിയാക്കുക. ജനങ്ങൾക്കിടയിൽ അതുകൊണ്ടൊരു വിഷമുണ്ടാക്കരുത്. ഇനി നാലാമത്തെ സുന്നത്ത് അൽ മൽമലത്തു വായിൽ വെള്ളം കൊപ്പിളിക്കുക. വൽ ഇസ്തിൻസാഖു മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ട് മൂക്കിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറ്റുക, എന്നിട്ട് അതിശക്തമായി പുറത്തോട്ട് തള്ളുക. അകല്ലുഹുമ അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം ഈസാലുൽ മായി വെള്ളം എത്തിക്കലാണ്. ഇലൽ ഫമി വല്ലംഫി വായിലേക്കും മൂക്കിലേക്കും. കുറച്ച് വെള്ളം വായിലെത്തിച്ചാൽ തന്നെ മൽമലത്തിൻ്റെ അടിസ്ഥാന സുന്നത്ത് കിട്ടി. ഇത്തിരി വെള്ളം മൂക്കിലേക്ക് എത്തിയാൽ തന്നെ ഈ ഇസ്തിൻസാഖ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാന സുന്നത്ത് കിട്ടി. വല്ല അക്മലു അതേ സമയത്ത് പൂർണ്ണമായ രൂപം ജം ഉമാബി സലാത്തി ഉറഫിൻ 3 കോരൽ വെള്ളം എടുത്തിട്ട് ആ വെള്ളം കൊണ്ട് യത്തമൽമലു ആ വെള്ളം കൊണ്ട് വായിൽ വെള്ളം കൊപ്പിക്കുകയും വേണം, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും വേണം.
മീൻ കുല്ലി ഉർഫത്തി പിന്നെ ഓരോ മുക്കിൽ വെള്ളം കൊണ്ടും. അപ്പോൾ ഒരു വെള്ളം കോരിയെടുക്കുക, ഇങ്ങനെ ആ വെള്ളം കൊണ്ട് മൂക്കിൽ വാക്കുക, പുറത്തോട്ട് വെച്ച്. വൽ മുബാലകത്തു ഫീഹിമ, അതിൽ കടുപ്പം കാണിക്കുക. അങ്ങനെ ബിയാൻ യബുലുകൽ മായില അക്സൽ ഹങ്കി, തൊണ്ടയുടെ ഉള്ളിൽ, ചങ്കിൻ്റെ ഉള്ളിലേക്ക് വെള്ളെത്തിക്കുക. എന്നിട്ട് തുപ്പ. വ വജ്ഹി വ വജ്ഹയിൽ അസ്നാനി വല്ലുസാസി, പല്ലിൻ്റെയും അതുപോലെ ഊനുകളുടെയും എല്ലാ ഭാഗത്തേക്കും വെള്ളെത്തിക്കുക. വയുസ്ഇദൽ മാ ബിൻ നഫസി ഇലാ ഖൈസൂമിഹി, ഉള്ളിലേക്ക് വെള്ളം അങ്ങോട്ട് വലിച്ചെടുത്തിട്ട് തരിമൂക്ക് വരെ, ആ ഉൾഭാഗം വരെ വെള്ളെത്തിക്കുക. ഇൻകാന മുഫ്തറൻ, നോമ്പില്ലാത്തവനാണെങ്കിൽ. അമ്മസായ്മു, അപ്പോൾ നോമ്പുകാരൻ ഫതുക്റഹുലു, അവനിങ്ങനെ വെള്ളം അമിതമാക്കൽ, ഉള്ളിലേക്ക് വലിച്ചു കയറ്റൽ, അത് കറാഹത്താണ്. വൈദാറത്തുൽ മായി ഫിൽ ഫമി, വായിൽ വെള്ളം എന്ന് ആക്കുക, എല്ലാ ഭാഗത്തേക്ക് എത്തിക്കുക. സുമ്മ മജ്ജുഹു മിന്നു, പിന്നെ വായിൽ നിന്ന് തുപ്പുക. വസ്തിൻസാറുഹു, മൂക്കിലെത്തിയ വെള്ളം മിനൽ അംഫി, മൂക്കിൽ നിന്ന് താഴോട്ട് തള്ളുക. ബിയദിഹിൽ യുസ്ര, ഇടത്തെ കൈ കൊണ്ട്. വൈദ്ഹാലു ഹിൻസരിൻ ഫീഹി, മൂക്കിലേക്ക് ഇടത്തെ കൈയിൻ്റെ വിരൽ, ചെറിയ വിരൽ പ്രവേശിപ്പിക്കുക. എന്നിട്ട് ഫൈസാലത്തു മാഫീഹി മിനൽ കദരി, മൂക്കിൻ്റെ ഉള്ളിലുള്ള വൃത്തികേടുകളൊക്കെ അങ്ങോട്ട് നീക്കുക. അപ്പോൾ വായും മൂക്കും എപ്പോഴും ശുദ്ധിയായിരിക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ഇപ്പം തന്നെ കൊറോണയുടെ കാലങ്ങളിൽ കണ്ടില്ലേ, മാസ്ക് മൂക്കും വായുമാണ് മൂടുന്നത്. അപ്പോൾ അത് ഇസ്ലാം ശുദ്ധീകരണത്തിന് നൽകിയ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. വായ എപ്പോഴും കഴുകി വൃത്തിയാക്കുക, മൂക്കിൻ്റെ ഉള്ളിൻ്റെ ഭാഗം അവിടേക്കും വെള്ളം എത്തിച്ച് അവിടെയും വൃത്തിയാക്കുക. അങ്ങനെ ഒരു വൃത്തിയുള്ള സമൂഹത്തെയാണ് ഇസ്ലാം കാണുന്നത്. ഈ സുന്നത്തുകളൊക്കെ നമ്മൾ പാലിക്കുക. സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് വുളു എടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.